എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേപോലെ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട, കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പൊടി അടിയിലൊന്നും പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഇതേപോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ നല്ല കണക്കാണ്. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് സോഡാക്കാരം കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത ബേക്കിംഗ് സോഡ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ദോശമാവിനേക്കാളും കുറച്ചും കൂടി കട്ടിയായിട്ടാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. ഇനി ഇത് ചുട്ടെടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നല്ലോണം ചൂടാക്കി എടുക്കുക. അതേപോലെ ഓരോ തവി ഒഴിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇതേപോലെ കുറേ ഹോൾസ് വന്നതിന് ശേഷം നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. ഇനി ഒന്ന് മൂടി വെച്ചെടുക്കാം. മൂടി വെച്ച് കഴിഞ്ഞൊരു 3-4 സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മളപ്പം റെഡിയായി കിട്ടും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ അടുത്തതും കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ സൂപ്പർ അപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റാണ് അപ്പം കഴിക്കാനായിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്